ടി തോമസ് ഇതുകൊണ്ട് മതിയാകുമോ? എം എം മണി ആഭാസകരമായ ഒരു പ്രസംഗം നടത്തി. അതിന് അദ്ദേഹത്തിന്റെ പാർട്ടി അദ്ദേഹത്തെ ശാസിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ശക്തമായ വിമർശനം പാർട്ടിക്കകത്ത് തന്നെ ഉയരുന്നു. അദ്ദേഹം തിരുത്തും എന്ന് പാർട്ടി കമ്മിറ്റിയെ അറിയിക്കുകയും ചെയ്തിരിക്കുന്നു. ഈ ഒരു പ്രസംഗത്തിന്റെ പേരിൽ ഇത്രയും അധികം വിമർശനങ്ങൾ കേൾക്കുകയും അദ്ദേഹം ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ നിങ്ങൾ തൃപ്തരാണോ? കേരളത്തിൽ ആരും സഖാവ് എം എം മണിയുടെ പ്രസ്താവനയിൽ തൃപ്തരല്ല. CPIM-ലെ പോലും ഒരു 10% ആളുകൾ പോലും തൃപ്തരല്ല. ഒരുപക്ഷെ പാർട്ടിക്കാരെ സന്തോഷിപ്പിക്കാൻ പരസ്യശാസനയോ താക്കീതോ എന്തെങ്കിലുമൊക്കെ ആവാം. ഒരു മന്ത്രി എന്ന നിലയിൽ സ്ത്രീത്വത്തെ അപമാനിച്ചതിന് എന്ത് നടപടി എന്നാണ് ചോദ്യം. അതിന് വല്ല നടപടിയുണ്ടോ? പ്രാഥമികമായി തെറ്റ് സംഭവിച്ചു എന്നുള്ളതുകൊണ്ടായിരിക്കുമല്ലോ പരസ്യശാസന. അതിനെ പിന്തുണയ്ക്കുന്ന പാർട്ടിക്കാർക്ക് സന്തോഷിപ്പിക്കാനായിക്കോട്ടെ. ഒരു മന്ത്രി എന്ന നിലയിൽ സ്ത്രീത്വത്തെ അപമാനിച്ചതിന് ഗവൺമെന്റ് എന്തെങ്കിലും നടപടിയെടുക്കുന്നുണ്ടോ? ഇതാണ് ഒരു ചോദ്യം. അല്ല, അവിടെ ഒറ്റ കാര്യം ശ്രീ പി ടി തോമസ്, നിങ്ങൾ ആവർത്തിച്ച് സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന് പറയുന്നത് എന്ത് മെറ്റീരിയലിന്റെ അടിസ്ഥാനത്തിലാണ്? അദ്ദേഹം ഒരു പ്രസംഗം നടത്തി, അതിൽ കുറെ ആക്ഷേപകരമായ കാര്യങ്ങളുണ്ട്. അതിൽ പെമ്പിളെ ഒരുമയുടെ സമരം ഒരു സന്ദർഭം എന്നുള്ള നിലയിൽ പരാമർശിച്ചു പോയതിനെ എങ്ങനെയാണ് സ്ത്രീത്വത്തിനെതിരെ ഉള്ള ആക്ഷേപമായി കാണാൻ കഴിയുക? അദ്ദേഹം സൂചിപ്പിച്ച സകല വൃത്തികേടുകളും മറ്റേ പണിയും ഒക്കെ നടത്തിയത് സ്ത്രീകളാണ് എന്നുള്ളത് ഒരു അതിവായനയല്ലേ? അത് കേൾക്കുന്ന ആളുകൾ ആരോപിക്കുന്നതല്ലേ? അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ മന്ത്രി. പിന്നെ കാട്ടിലെ കുരങ്ങും കാട്ടുമൃഗങ്ങളുമാണോ ഇയാൾ പറയുന്ന തരത്തിലുള്ള വൃത്തികെട്ട കാര്യം ചെയ്തത്? അല്ല, അതിനു മുമ്പ് മഹിജയുടെ കാര്യത്തിൽ മുഖ്യമന്ത്രി മഹിജയുടെ വീട്ടിൽ ചെന്ന വാതിലടച്ചിട്ടിട്ട് ഇതേ കാര്യമാണെന്ന് പറഞ്ഞു. ഇടുക്കിയിലെ ഒരു പോളിടെക്നിക് പ്രിൻസിപ്പളിനെ പറ്റി പറഞ്ഞു. ഇതൊന്നും അയാൾ പിൻവലിച്ചിട്ടില്ലല്ലോ. അല്ല, ഈ പോളിടെക്നിക് പ്രിൻസിപ്പാളിനെ കുറിച്ച് പറഞ്ഞത് ശരി. പോളിടെക്നിക് പ്രിൻസിപ്പാളിനെ കുറിച്ച് പറഞ്ഞത് ശരി. ഈ മഹിജയുടെ വീട്ടിൽ ചെന്ന് വാതിലടയ്ക്കും എന്ന് പറയുന്നതിൽ ഒരു ദുരുദ്ദേശമുണ്ട്. എം എം മണി അന്ന് പ്രസംഗിച്ചത് മുഖ്യമന്ത്രി കാണാൻ ചെല്ലുമ്പോൾ ജിഷ്ണുവിന്റെ അമ്മ വാതിലടച്ചാൽ, അതായത് മുഖ്യമന്ത്രിയെ കാണാൻ വിസമ്മതിച്ചാൽ എന്നാണ് ആ പ്രസംഗം. പിന്നീട് അതിന്റെ പൂർണ്ണ രൂപത്തിൽ പുറത്തു വന്നിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, ഇവിടെ കുരങ്ങന്മാരുടെ കാര്യമോ കാട്ടിലുള്ള വന്യജീവികളുടെ കാര്യമോ അല്ല പറഞ്ഞത്. ഇവന്മാർ, ഈ ചാനലുകാരെല്ലാം ഇതെന്താ നടത്താൻ പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെ, ഈ ചാനലുകാരെയും അവിടെയുള്ള ഉദ്യോഗസ്ഥരെയും പോലീസുകാരെയും ഒക്കെ പരാമർശിച്ചാണ് അദ്ദേഹം ഈ പ്രസംഗം നടത്തുന്നത്. അതിലെവിടെയും സ്ത്രീകൾ എന്ന് നമുക്ക് വ്യംഗ്യമായി പോലും പറയാവുന്ന കാര്യങ്ങളില്ല. നിങ്ങൾ ഒരു ചാനലിന്റെ ആളുകൾ എന്ന നിലയിൽ നിങ്ങൾ ഇതിന് പക്ഷം പിടിക്കാനാണ് താല്പര്യമെങ്കിൽ ഈ ചർച്ച തുടർന്നിട്ട് തന്നെ കാര്യമില്ല. മേലിൽ നിങ്ങളുടെ ചർച്ചയെ പങ്കെടുക്കാനും താല്പര്യമില്ല. നിങ്ങൾക്ക് സത്യം വെളിച്ചപ്പെടുത്തു കൊണ്ടുവരണമെന്നാണ് താല്പര്യമെങ്കിൽ അതിൻ്റെ കൂടെ നിൽക്കണം. നിങ്ങൾ എം എം മണി ഇന്നലകളിൽ നടത്തിയ പ്രസ്താവനകളുടെ അടിസ്ഥാനത്തിൽ ഇത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എന്നതിന് തെളിവുണ്ട്. അല്ല, അങ്ങനെയാണെങ്കിൽ ആ പ്രസംഗം ഒന്ന് കേൾക്കാമല്ലോ. അങ്ങനെയാണെങ്കിൽ ആ പ്രസംഗം ഒന്ന് കേൾക്കാമല്ലോ. ഞങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്നതല്ല. അങ്ങനെയാണെങ്കിൽ ആ പ്രസംഗം ഒന്ന് കേൾക്കാമല്ലോ. ബോധ്യമുള്ളതാണ്. അല്ല, ഒന്നുകൂടി കേൾക്കൂ. നിങ്ങൾ എന്തിന് മാർക്സിസ്റ്റ് പാർട്ടിക്കും ഇല്ലാത്ത എം എം മണിക്കും മാർക്സിസ്റ്റ് പാർട്ടിക്കും ഇല്ലാത്ത അച്ചാരം നിങ്ങൾ എന്തിനാ വാങ്ങുന്നത്? ഞങ്ങൾക്ക് ഒരു അച്ചാരവുമില്ല. സത്യമായി പറയേണ്ട ശ്രീ പി ടി തോമസ്, നിങ്ങളുടെ പരിപാടി ചാനലിന്റെ പ്രവർത്തനമാണ് എം എം മണിയെ ന്യായീകരിക്കുന്നത്. കേരളത്തിലെ മുഴുവൻ സ്ത്രീകളെ അപമാനിക്കുന്നതിന് ഒറ്റ സെക്കൻഡ് തന്നാൽ ആ പ്രസംഗം കേൾക്കാം. ശ്രീ പി ടി തോമസ്, താങ്കൾക്ക് വ്യക്തമാവുമല്ലോ. മഹിജയെ അപമാനിച്ചു. നിങ്ങൾ എന്തിനാ കൂട്ടു നിൽക്കുന്നത്? ഞാൻ കാര്യമില്ല. കാരണം ഇത് വളരെ കേരളം മുഴുവൻ കേട്ടിട്ടുള്ള കാര്യമാണ്. അച്ചാരം കിട്ടിയിട്ടുണ്ടോ? അല്ല, ഞങ്ങൾക്ക് ഒരു അച്ചാരവും കിട്ടിയില്ല. ഒന്നുകൂടി കേൾക്കുന്നത് കൊണ്ട് താങ്കൾക്ക് എന്തെങ്കിലും അപവാദിപ്പുള്ള അശ്ലീല അതൊന്നുകൂടി കേൾക്കാം. ഒരു സെക്കൻഡ് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്തുകൂടെ? അല്ല, എഡിറ്റ് ചെയ്തിട്ടുള്ളതാണെങ്കിൽ പറയൂ, എവിടെ എഡിറ്റ് ചെയ്തിട്ടുള്ളത്? പള്ളി, അമ്പലം, കുരിശുപള്ളികള്, ശൂലം, മുസ്ലിം വ്യാപാരികൾ ഇതൊക്കെ കിട്ടുന്നത് പട്ടയില്ലാത്ത ഭൂമിയിലാവരെടുക്കും ഈ ജില്ലയിൽ. അതെല്ലാം പൊളിക്കാൻ ഒരു സബ് കളക്ടർ എന്ന് പറയുന്ന കോമ്പൻ ഇറങ്ങി തിരിച്ചാൽ അവന് തലയ്ക്ക് സുഖമില്ല. ഊളംപാറയ്ക്ക് അയക്കണമെന്നാണ് എന്റെ അഭിപ്രായം. ഊളംപാറയ്ക്ക്, മനസ്സിലായില്ലേ? അല്ലാതെ നേരെ ജോലി പോകില്ല. അവനങ്ങ് ഇറങ്ങിയല്ലേ. എന്നാ ദൗത്യസേന ഇന്ത്യൻ സൈന്യത്തിന്റെ ഉറപ്പായിട്ടിരിക്കുന്നത് അതെങ്ങനെയാണ് മുഖ്യമന്ത്രി ചോദിക്കുന്നത്? അതെങ്ങനെ അങ്ങനെ വന്നു പോകുന്നു? ദൗത്യസേന എന്നാ ദൗത്യം 140 പ്രഖ്യാപിച്ചു. ഇല്ലാത്ത ഒരു സൂപ്പർ അറിഞ്ഞില്ല.
സംസ്ഥാന ഭരണകൂടത്തിന്റെ തലവനായ മുഖ്യമന്ത്രി അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ ഗവൺമെന്റ് അറിഞ്ഞില്ലല്ലോ. ഒരു ജില്ലാ കളക്ടറും ഒരു സബ് കളക്ടറും കൂടി അങ്ങനെ പ്രഖ്യാപിക്കാൻ ആരാ അവർക്ക് അധികാരം കൊടുത്തത്? അത് പ്രശ്നമല്ലേ? പറ, സാമാന്യ മര്യാദയല്ലേ? ഓ, എന്നിട്ട് ചർച്ച ചെയ്ത് ഒന്ന് അത് റവന്യൂ മന്ത്രി പറഞ്ഞു 5 തെറ്റോ 10 തെറ്റോ ഉള്ളവരെയൊന്നും വെക്കാനും ഒഴിപ്പിക്കാനും പോകാൻ പാടില്ലെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത്. മനസ്സിലായില്ലേ? അത് വിടണം, വലിയ കയ്യേറ്റമാണ് കാണുന്നത്. അതുകൊണ്ട് ഒഴിപ്പിക്കുന്നതിന്റെ ലിസ്റ്റ് തയ്യാറാക്കണം. എന്നിട്ട് ആലോചിച്ചിട്ട് കാര്യങ്ങൾ ചെയ്താൽ മതി. ഏതെങ്കിലും വനിതാ ഷോ എന്ന് കളിക്കണ്ടെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അതല്ലേ വനിതാ ഷോ? ഇവിടെ ഭരണകൂടം സബ് കളക്ടർ മാത്രമല്ലല്ലോ, ഒരു ദിവ്യൻ ആണോ? അതൊന്നും നടക്കുകയില്ല. എന്നിട്ടോ ഞാൻ ഈ ജില്ലയിലുള്ള മന്ത്രിയായിട്ട് മണിയോടും കൂടെ ചർച്ച ചെയ്തെന്ന് പറഞ്ഞു. ഓ, അന്നേരം ഇപ്പൊ എന്റെ ഞാൻ വേറൊന്നും പറയുന്നില്ല. എന്തെല്ലാമാ പറയുന്നേ? ഓഹോ, മനോരമ മണി കെട്ടി ഉണ്ടാക്കുന്നുണ്ടിട്ട് കുറച്ച് നാളായി. എനിക്കറിയാം ഇതൊന്നും പറഞ്ഞാലുണ്ടല്ലോ എനിക്കൊരു ഞാൻ ഇതൊന്നും പേടിക്കുകയില്ല. ഈ ഗവൺമെന്റ് മന്ത്രിമാർ മുഖ്യമന്ത്രിയെ നിർദ്ദേശിച്ചത് ഇവിടെ ജില്ലയിലുള്ള മന്ത്രിയാണ്. അന്നേരം കൂടെ ചർച്ച ചെയ്യണം. അല്ലെങ്കിൽ ഇതെല്ലാം ഒഴിപ്പിലെല്ലാം കൂടെ എന്റെ നേതൃത്വത്തിൽ ഇതെല്ലാം കൂടെ ഞാൻ ചെയ്തോണമെന്നൊന്നും തീരുമാനിച്ചില്ല. തികച്ചും മര്യാദക്കാരുടെ തീരുമാനം. ഓ, അത് സംബന്ധിച്ച ഇനി വല്ലതും നടക്കുമോ? ഇവന്മാർ ഈ കാനലുകാരല്ലേ ഇതെല്ലാം നടത്താൻ പോകുന്നത്. അവിടെ ഇവന്റെ കൂടെയോ സബ് കളക്ടറുടെ കൂടെയാ വൈകുന്നേരം. പണ്ട് സുരേഷ് കുമാർ വന്നിട്ട് കള്ളൂരി കയ്യിൽ കിടക്കലായിരുന്നു ബ്രാൻഡി. എവിടെ പൂച്ച, പഴയ നമ്മുടെ പൂച്ച ഗവൺമെന്റ് ഹൗസിൽ ഗസ്റ്റ് ഹൗസിൽ കുടിയും സകല പണിയുണ്ടായിരുന്നു. പെമ്പിളെ വരുമ്പോ നടന്നു. അന്നും കുടിയും സകല കൊത്തുകളും തന്നിട്ടുണ്ട് അവിടെ. മനസ്സിലായില്ലേ? ആ മരത്തിൽ അടുത്തുള്ള കാട്ടിലായിരുന്നു പണിയൊക്കെ. ഒരു DVSP ഉണ്ടായിരുന്നു എന്നാ കഴിയൂ. ആ എല്ലാവരും കൂടെ കൂടി ഇതൊക്കെ ഞങ്ങൾക്കറിയാം. മനസ്സിലായില്ലേ? ഞാനത് പറഞ്ഞവിടെ ചാനലുകാരും കൂടെ പൊതിയാന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്നലെ. പിന്നെ ശ്രീ പി ടി തോമസ്, ഈ പ്രസംഗം ആക്ഷേപകരമല്ല എന്ന അഭിപ്രായം ആർക്കുമില്ല. അങ്ങനെ അഭിപ്രായം ഞാൻ പറഞ്ഞിട്ടുമില്ല. ഇത് അവിടെ എത്തിയിട്ടുള്ള മാധ്യമപ്രവർത്തകരെ അധിക്ഷേപിക്കാൻ വേണ്ടി, ഒപ്പം അവിടെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരെ അധിക്ഷേപിക്കാൻ വേണ്ടി അദ്ദേഹം പറയുന്ന വാചകങ്ങളാണ്. അതൊരു മന്ത്രി പറയാൻ പാടില്ലാത്ത കാര്യമാണെന്ന് മാത്രമല്ല, അവിടെ ജോലി ചെയ്യാൻ പോയ മാധ്യമപ്രവർത്തകരുടെ ജോലി അവരെ ഭീഷണിപ്പെടുത്തി തടയുക എന്ന ഉദ്ദേശം ഒരുപക്ഷെ ഈ പ്രസംഗത്തിനുണ്ടാകാം. ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഉദ്യോഗസ്ഥരെ നിസ്തേജരാക്കാനും നിർവീര്യമാക്കാനുമുള്ള ഉദ്ദേശവും ഈ പ്രസംഗത്തിനുണ്ടാകാം. അതുകൊണ്ട് ഈ പ്രസംഗത്തെ ഏതെങ്കിലും തരത്തിൽ അനുയോജ്യമാണ് എന്നുള്ള നിലപാട് സ്വീകരിച്ചു എന്നുള്ളതല്ല ഞാൻ പറഞ്ഞത്. ഇതിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് മാതിരി തൊഴിലാളി സ്ത്രീകളെ അധിക്ഷേപിച്ചു എന്ന ഭാഗമില്ലല്ലോ എന്ന് ചൂണ്ടിക്കാണിക്കുകയാണ് ചെയ്തത്. മണി സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന പ്രശ്നത്തിലേക്ക് ഈ കാര്യങ്ങളെ ചുരുക്കി കൊണ്ടുവരുന്നത് എന്തിനാണെന്നാണ് എൻ്റെ ചോദ്യം. അല്ലാതെ പ്രസംഗം ആക്ഷേപകരമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നിങ്ങൾ അവസാനം കാണിച്ച കാര്യം ഒന്നുകൂടെ നിങ്ങളെടുത്ത് കാണിക്കുക. പെമ്പിളി ഒരുമയുടെ പണി എവിടെയായിരുന്നു? കാട്ടിലാന്ന് തന്നെ അതിൻ്റെ അകത്ത് പറഞ്ഞേക്കുന്നത്. നിങ്ങൾ ഒന്നുകൂടെ എടുത്ത് കാണിക്കത്. നിങ്ങൾ എഴുതി കാണിച്ച കാര്യം ഒന്നുകൂടെ എടുത്ത് കാണിക്കുക ധൈര്യം ഉണ്ടെങ്കിൽ. ശരി, ഒന്നും കൂടി കേൾക്കാം. അല്ല, നിങ്ങൾ ലാസ്റ്റ് എഴുതി കാണിച്ച കാര്യം ഒന്നുകൂടെ എടുത്ത് കാണിക്കാം. ശരി, ഒന്നുകൂടി കാണിക്കാം. ഞാൻ ഈ ജില്ലയിലുള്ള മന്ത്രിയായിട്ട് മണിയോടും കൂടെ ചർച്ച ചെയ്തെന്ന് പറഞ്ഞു. ഓ, അന്നേരം ഇപ്പൊ എന്റെ ഞാൻ വേറൊന്നും പറയുന്നില്ല. എന്തെല്ലാമാ പറയുന്നേ? ഓഹോ, മനോരമ മണി കെട്ടി ഉണ്ടാക്കുന്നുണ്ടിട്ട് കുറച്ച് നാളായി. എനിക്കറിയാം ഇതൊന്നും പറഞ്ഞാലൊന്നും ഉണ്ടല്ലോ എനിക്കൊരു ഞാൻ ഇതൊന്നും പേടിക്കുകയില്ല. ഈ ഗവൺമെന്റ് മന്ത്രിമാർ മുഖ്യമന്ത്രിയെ നിർദ്ദേശിച്ചത് ഇവിടെ ജില്ലയിലുള്ള മന്ത്രിയാണ്. അന്നേരം കൂടെ ചർച്ച ചെയ്യണം. അല്ലെങ്കിൽ ഇതെല്ലാം ഒഴിപ്പിലെല്ലാം കൂടെ എന്റെ നേതൃത്വത്തിൽ ഇതെല്ലാം കൂടെ ഞാൻ ചെയ്തോണമെന്നൊന്നും തീരുമാനിച്ചില്ല. തികച്ചും മര്യാദക്കാരുടെ തീരുമാനം. ഓ, അത് സംബന്ധിച്ച ഇനി വല്ലതും നടക്കുമോ? ഇവന്മാർ ഈ കാനലുകാരല്ലേ ഇതെല്ലാം നടത്താൻ പോകുന്നത്. അവിടെ ഇവന്റെ കൂടെയോ സബ് കളക്ടറുടെ കൂടെയാ വൈകുന്നേരം. പണ്ട് സുരേഷ് കുമാർ വന്നിട്ട് കള്ളൂരി കയ്യിൽ കിടക്കലായിരുന്നു ബ്രാൻഡി. എവിടെ പൂച്ച, പഴയ നമ്മുടെ പൂച്ച ഗവൺമെന്റ് ഹൗസിൽ ഗസ്റ്റ് ഹൗസിൽ കുടിയും സകല പണിയുണ്ടായിരുന്നു. പെമ്പിളെ വരുമ്പോ നടന്നു. അന്നും കുടിയും
സകല വൃത്തികളും വന്നിട്ടുണ്ടോ അവിടെ? മനസ്സിലായില്ലേ? ആ മരത്തിന് അടുത്തുള്ള കാട്ടിലായിരുന്നു പണിയൊക്കെ. ഒരു DVC ഉണ്ടായിരുന്നു അന്ന്. എന്നാ കഴിയൂ എല്ലാവരും കൂടെ കൂടി ഇതൊക്കെ ഞങ്ങൾക്കറിയാം. മനസ്സിലായില്ലേ? ഞാനത് പറഞ്ഞവിടെ ചാനലുകാരും കൂടെ പൊതിയാന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്നലെ. ശ്രീ പി ടി തോമസ്, 3 കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. ഒന്ന്, ഇപ്പോഴത്തെ സബ് കളക്ടർ ശ്രീറാം വെങ്കട്ടരാമൻ ചാനലുകാരുടെ കൂടെയാണ് പൊറുതി. ഇതേമാതിരിയായിരുന്നു പണ്ട് സുരേഷ് കുമാറിന്റെ ഒഴിപ്പിക്കലിന്റെ സമയത്തും. അന്ന് ഗസ്റ്റ് ഹൗസിലായിരുന്നു പരിപാടി. അവിടെ കേസ് കണക്കിന് ബ്രാൻഡി വന്നു. അവിടെയായിരുന്നു ആഘോഷം. പിന്നെ പെമ്പിളെ ഒരുമ നടന്നു. പെമ്പിളെ ഒരുമ നടന്നു എന്ന് പറഞ്ഞാൽ പെമ്പിളെ ഒരുമയുടെ സമരം നടന്നു. അപ്പോഴും മറ്റിടങ്ങളിൽ നിന്നുള്ള മാധ്യമപ്രവർത്തകർ മൂന്നാറിലേക്ക് എത്തി. അന്ന് അവിടെയും കുടിയും സകല വൃത്തികേടും നടന്നു. അന്ന് കാട്ടിലായിരുന്നു പണി എന്ന് പറഞ്ഞാൽ, സാമാന്യമായി പറഞ്ഞാൽ, പെമ്പിളെ ഒരുമയുടെ സമരം മൂന്നാറിൽ നടക്കുമ്പോൾ അത് പകർത്താനായി അവിടെ വന്ന മാധ്യമപ്രവർത്തകർ തൊട്ടടുത്ത കാട്ടിൽ കള്ളുകുടിയും മറ്റും ഉണ്ടായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇത് ശരിയാണ് എന്നല്ല ഞാൻ പറയുന്നത്, ഇങ്ങനെ പറയാമെന്നുമല്ല പറയുന്നത്. അവിടെ നിങ്ങൾ ആക്ഷേപിക്കുന്നത് മാതിരി തൊഴിലാളി സ്ത്രീകളെ അവരുടെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കുന്ന വിധത്തിൽ എന്തെങ്കിലും പറഞ്ഞു എന്ന് പറയാൻ എന്താണുള്ളതെന്നാണ് ചോദിക്കുന്നത്. എൻ്റെ അഭിലാഷ്, വളരെ വളരെ വില കുറഞ്ഞ ഒരു മാധ്യമ പ്രവർത്തനമാണ് നിങ്ങൾ നടത്തുന്നത്. നിങ്ങൾക്ക് അതിന് എന്തെങ്കിലും നേട്ടം കിട്ടുമെങ്കിൽ വളരെ സന്തോഷം. അതിനൊന്നും ഞങ്ങളെ സാക്ഷിയാക്കി വെച്ചോണ്ടിരിക്കേണ്ട കാര്യമില്ല. വളരെ വില കുറഞ്ഞ ചീപ്പായ CPM-ന്റെ ചാനലായ കൈരളി പോലും നടത്താത്ത വില കുറഞ്ഞ ചീപ്പ് പരിപാടിയാണ് നിങ്ങൾ നടത്തുന്നത്. അവസാനം നിങ്ങൾ എഴുതി കാണിച്ച കാര്യം എഴുതി കാണിക്കുക. അത് കാണുന്ന ആളുകൾ വിലയിരുത്തിക്കോട്ടെ. ആദ്യം പറഞ്ഞ കാര്യം നിങ്ങൾ ലാസ്റ്റ് കാര്യം നിങ്ങൾ എഴുതി കാണിക്കുക. ലാസ്റ്റ് കാര്യം ഞാൻ വേണമെങ്കിൽ വായിക്കാം. അഭിലാഷിനെ പോലെ പ്രവർത്തകൻ, സംസ്കാരശൂന്യനായ ഒരു മന്ത്രിക്ക് വേണ്ടി പക്ഷം പിടിക്കാൻ റിപ്പോർട്ടർ ചാനൽ പോലെ ഒരു ചാനലിന്റെ ആളായി വന്നിരുന്നത് കേരള സമൂഹത്തിന് കേരള സമൂഹം വിലയിരുത്തിക്കോട്ടെ. ഇവന്മാർ ഈ ചാനലുകാരെല്ലാം ഇതെന്താ നടത്താൻ പോകുന്നത്? ഇവിടെ അവരുടെ കൂടിയാ, ഈ സബ് കളക്ടറുടെ കൂടിയാ വൈകുന്നേരം. പണ്ട് സുരേഷ് കുമാറുമൊത്ത് കള്ളുകൂടി, കേസ് കണക്കിനായിരുന്നു ബ്രാൻഡി. എവിടെ ആ പൂച്ച, നമ്മുടെ പഴയ പൂച്ച, ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസിൽ കുടിയും സകല പരിപാടിയും ഉണ്ടായിരുന്നു. പെമ്പിളെ ഒരുമ നടന്നു. അന്നും കുടിയും സകല വൃത്തികേടും നടന്നിട്ടുണ്ട്. മനസ്സിലായില്ലേ? ആ അടുത്തുള്ള കാട്ടിലായിരുന്നു പണി. ഇങ്ങനെയാണ് MM മണി പറഞ്ഞിട്ടുള്ളത്. റിപ്പോർട്ടർ ചാനൽ വർഷങ്ങളായി കേരള സമൂഹത്തിൽ ഉറങ്ങുന്നവരെ ഉണർത്താൻ സാധിക്കും. ഉറങ്ങുന്നവരെ ഉണർത്താൻ സാധിക്കും. ഉറക്കം നടിക്കുന്നവരെ ഉണർത്താൻ സാധിക്കില്ലല്ലോ. അതേക്കുറിച്ച് എനിക്ക് നല്ല ബോധ്യമുണ്ട്. നിങ്ങൾക്കിനി MM മണി തൊഴിലാളി സ്ത്രീകളെ ആക്ഷേപിച്ചു എന്ന് കരുതി സർക്കാരിനെതിരെ വലിയ സമരം നടത്താം. ഒരു തർക്കവുമില്ല. അത് നിങ്ങളുടെ രാഷ്ട്രീയം. അതുകൊണ്ട് ഞങ്ങൾ സത്യം പറയാൻ പാടില്ല എന്നില്ലല്ലോ. ഞങ്ങളും ഈ വാർത്ത നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെയാണ് കൊടുത്തത്. ഈ വാർത്ത പുറത്തു വന്ന മണിക്കൂറുകളിൽ അന്ന് 18 സെക്കൻഡ് മാത്രം ദൈർഘ്യമുള്ള വീഡിയോയെ ഞങ്ങളുടെ പക്ഷത്തും ഉണ്ടായിരുന്നുള്ളൂ. അന്ന് പറഞ്ഞു, ആ ദിവസം പറഞ്ഞു, ഇത് സ്ത്രീകളെ ആക്ഷേപിക്കുന്നതാണ് എന്ന്. അന്ന് സ്ത്രീകളെ ആക്ഷേപിക്കുന്നതാണെന്ന് പറഞ്ഞ് തന്നെയാണ് വാർത്ത കൊടുത്തത്. അതിനുശേഷം പൂർണ്ണമായും ഈ വീഡിയോ ഞങ്ങളുടെ കൈവശമുള്ളപ്പോൾ, പൂർണ്ണമായും ഈ വീഡിയോ കാണുമ്പോൾ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് ബോധ്യം വരുമ്പോഴാണ് ഇത് പറയുന്നത്. ഞങ്ങൾക്കാരുടെയും അച്ചാരത്തിന്റെ ഒന്നും ആവശ്യമില്ല. ശ്രീ പി ടി തോമസ്, നൈതികമായി മാധ്യമ പ്രവർത്തനം നടത്താൻ അറിയാം. 100% ബോധ്യമുള്ള കാര്യങ്ങളെ ഈ കസേരയിൽ ഇരുന്ന് പറയുകയും ചെയ്യുകയുള്ളൂ. അങ്ങനെ 100% ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ അസന്നിഗ്ധമായി പറയുന്നു. MM മണി ഈ നടത്തിയിട്ടുള്ള പരാമർശം എല്ലാ തരത്തിലും തെറ്റാണ്, അത് അരാഷ്ട്രീയമാണ്. പക്ഷേ അത് മൂന്നാറിലെ തൊഴിലാളി സ്ത്രീകളുടെ അഭിമാനത്തെ ക്ഷതമേൽപ്പിക്കുന്നതാണെന്ന് വ്യാഖ്യാനിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. അത് 100 വട്ടം നിങ്ങൾ അവിടെ നിന്ന് ആക്രോശിച്ചാലും കഴിയില്ല. മൂന്നാറിലെ തൊഴിലാളി സ്ത്രീകളെ ആക്ഷേപിക്കുന്നതാണ് എന്ന് നിങ്ങൾക്ക് വസ്തുതാപരമായി തെളിയിക്കാം. ഞാൻ വെല്ലുവിളിക്കുന്നു. ഏത് സഭയിലും തെളിയിക്കാം. ഈ പരാമർശവും ഈ പ്രസംഗവും തെറ്റാണ് 100%. പക്ഷെ അത് മൂന്നാറിലെ തൊഴിലാളി സ്ത്രീകളെ ആക്ഷേപിക്കുന്നതാണ്, സ്ത്രീ വിരുദ്ധമാണ് എന്ന് പറയുന്നിടത്താണ് വിയോജിപ്പ്. അവിടെ മാത്രമേ വിയോജിപ്പുള്ളൂ താനും. ഞാൻ താങ്കളിലേക്ക് മടങ്ങിയേറാം. ശ്രീ നൌഷാദ്, ഇപ്പോൾ ഈ പ്രസംഗം താങ്കളും കേട്ട് കാണുമല്ലോ. അതിൽ ഒരു സബ് കളക്ടർ